തിരുവനന്തപുരത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശശി തരൂരിന്റെ വോട്ടുകൾ ചോർന്നുവെന്ന സൂചന. 274 ബൂത്തുകളിൽ കോൺഗ്രസിന് ഇൻ ഏജന്റുമാർ പോലും ഇല്ലായിരുന്നുവെന്ന വിവരം. കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് ലഭിച്ചു. നഗരത്തിലെ പ്രധാന നിയമസഭാ മണ്ഡലങ്ങളായ കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം എന്നിവിടങ്ങളിൽ തരൂരിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് വിവരം. കോൺഗ്രസ് വോട്ടുകൾ പലതും പോൾ ചെയ്യപ്പെട്ടില്ല. മണ്ഡലത്തിലാകെ 274 ബൂത്തുകളിൽ കോൺഗ്രസിന് ഇൻ ഏജന്റുമാർ പോലും ഇല്ലായിരുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. താഴെത്തട്ടിൽ പ്രവർത്തനമെത്തിയില്ല. ബൂത്തിൽ ഇൻ ഏജന്റായി ഇരിക്കാൻ പ്രവർത്തകനെ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് ലഭിച്ചു. പട്ടം ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റൂർ സുനിലും കുറവൻകോട് മണ്ഡലം പ്രസിഡന്റ് സജു അമർദാസും പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് ഭാഗം. നമസ്കാരം, സജുവാണ്. നിങ്ങൾക്ക് ഈ അന്നേ ദിവസം ഇലക്ഷന്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇൻ ഏജന്റായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന? ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്കുണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല എനിക്ക് എന്തെങ്കിലും അറിയാം? വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല, യഥാർത്ഥം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടിയുടെ സുനിച്ചേട്ടനോട് കൊടുക്കാം. ഈ കൊടുത്തിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് കേട്ട് ഒരാളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതാണ് ഇല്ലാത്ത ഈ പണിയുമ്പോഴേക്ക് വീട്ടിൽ പോവുക. വെറുതെ കതറൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? എന്ത് സമാധാനം പറയാം? അതന്നെ, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവുക. കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇമ്മ കതറൂട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താൻ? അങ്ങനെയല്ല, അതല്ല. വിളിച്ചിരുത്തേ ഒരു INTCക്കാരെ വിളിച്ച് അവിടെ ഇരുത്തിയാ പോരെ? ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിക്ക് ഇന്നേജന്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ, ആ കഴിവുകേട് ആർക്കൊക്കെ ബാധിക്കും? ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് പറയാം, ഒരു INTCക്കാരനെ വിളിച്ചിട്ടെടുത്ത്, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി, ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. കോവളം, നെയ്യാറ്റിങ്കര, പാറശാല എന്നിവിടങ്ങളിലും തരൂർ ക്യാമ്പ് നിരാശരാണ്. കഴിഞ്ഞ 3 തവണയും തരൂരിനെ പിന്തുണച്ചിരുന്ന വോട്ടിലാണ് ചോർച്ചയുണ്ടാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.